നമസ്കാരം പ്രിയപ്പെട്ടവരെ. എല്ലാവരും മൊബൈൽ ഫോണിൽ നിർബന്ധമായും ചെയ്തു വെക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കണ്ടല്ലേ. നമുക്കൊരു ആപത്ത് വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ ഒരു കുഴഞ്ഞു വീണു, ബോധം കെട്ടു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. നമ്മളെ അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മളെ പലപ്പോഴും സഹായിക്കാനുണ്ടാവുക അല്ലേ. ഈ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് മാത്രം അറിയാവുന്ന പാസ്വേഡ് വെച്ചിട്ട് നമ്മളെ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന ആൾക്കാർക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയുണ്ടാവില്ല. നമ്മുടെ ഫോൺ അവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല അല്ലേ. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മളുടെ ഉറ്റവരെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സ് എല്ലാ മൊബൈൽ ഫോണിലും ഉണ്ട്. എമർജൻസി SOS എന്ന് പറയും. അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ, ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ, പക്ഷെ ഇന്നത്തെ കാലഘട്ടമല്ലേ, എന്ത് വേണേ എപ്പോൾ വേണേ സംഭവിക്കാമല്ലോ. അതുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവരെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ, അത് നമ്മളുടെ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, അത് 5 തവണ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് കോൾ പോകും. നമ്മളുടെ ഫോൺ ലോക്ക് തുറക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മളൊരു ആപത്തിൽ പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. നമുക്ക് ഫോൺ ലോക്ക് തുറന്നിട്ട് ഡയൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ നമ്പർ ഒന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സെറ്റിംഗ്സ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ വിവരങ്ങൾ എത്തിക്കാൻ പറ്റും. അതിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. എൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്, മോട്ടോറോള ഉണ്ട്, സാംസങ് ഉണ്ട്. ഇത് രണ്ടിലും 2 വിധത്തിലാണ് സെറ്റിംഗ്സ് കിടക്കുന്നത്. എന്നിരുന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആ സെറ്റിംഗ്സ് ചെയ്യാൻ പറ്റും. എൻ്റെ 2 ഫോണിന് 2-3 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പൊ പുതിയ ഫോണിലൊക്കെ കൂടുതൽ നന്നായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാകും. എന്തായാലും ഇത് അങ്ങനെയൊക്കെയാണ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കുക. ഇത് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സ് എടുക്കുക. ഞാൻ ആദ്യം മോട്ടോറോളയിലാണ് കാണിക്കണത്. സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ എമർജൻസി SOS എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. എൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്, എമർജൻസി SOS എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ബ്ലിങ്ക് ഉണ്ടാവും. അതിന് തൊട്ട് മുകളിൽ എമർജൻസി ഇൻഫർമേഷൻ എന്നുള്ളത് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാനുണ്ട്. അതിൽ ഓണർ എന്നുള്ളവിടെ നമ്മളുടെ പേര് കൊടുക്കുക, പിന്നെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ അറിയുന്നതെല്ലാം കൊടുത്തേക്കുക. ഞാനിവിടെ പേര് കൊടുത്തു, അഡ്രസ്സ് കൊടുത്തു, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും കൊടുത്തു. പിന്നെ അതിന് ശേഷം മെഡിക്കൽ നോട്ട്സ് വന്നിട്ട് കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ നോട്ട്സ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാൽ എമർജൻസി കോൺടാക്ട്സ് വന്നിട്ട് കാണും. അതിൽ ആഡ് കോൺടാക്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അത് കോൺടാക്ട്സിലേക്ക് എത്തും. അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും നമ്പർ അതിൽ കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു വെക്കുക. എന്നിട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാൽ എമർജൻസി SOS എന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കണ്ടോ യൂസ് എമർജൻസി SOS എന്നുള്ളത് കാണും, അത് ഓൺ ചെയ്ത് വെക്കുക. താഴത്ത് കണ്ടോ പ്ലേ കൗണ്ട് ഡൗൺ അലാറം, അത് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഞാനത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് താഴത്ത് കണ്ടോ കാൾ ഫോർ ഹെൽപ്പ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആരുടെയാണോ, അതായത് നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷനിൽ ആർക്കാണോ കാൾ പോകേണ്ടത് അവരുടെ നമ്പർ അവിടെ കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ 121 എന്നുള്ളത് മാറ്റിയിട്ട് എനിക്ക് എമർജൻസിക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമുക്കൊരു എമർജൻസി വന്നു എന്നുള്ളത് കരുതുക. നമ്മളുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ, അത് സ്പീഡിൽ 5 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് കോൾ പോകും. ഞാനിപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയെന്നുള്ളത് കാണിക്കാം. 5 തവണ സ്പീഡിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ എമർജൻസി SOS വന്നിട്ട് കാണും. എന്നിട്ട് നോക്കിക്കോളൂ, ഞാൻ അപ്പുറത്തെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, അതിലേക്ക് കോൾ പോകും. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ മറ്റൊരു ഫോൺ നമ്പറാണ് കൊടുത്തത്. ഇപ്പൊ നോക്കുമോ, ഞാൻ എമർജൻസി SOS മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ. അതിന്റെ താഴത്തുള്ള പ്ലേ കൗണ്ട് ഡൗൺ അലാറം അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഓൺ ചെയ്തിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതങ്ങനെയാണ് വരിക. ഒരു അലാറം മുഴങ്ങും അവിടെ. കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്യാണ്, 5 തവണ പ്രസ് ചെയ്യാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു അലാറവും വരും. നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോളും പോകും. ഇങ്ങനെ നമുക്ക് എമർജൻസിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ സാംസങ്ങിൽ എങ്ങനെയെന്നുള്ളത് കാണിക്കാം. ഞാൻ ഇത്ര നേരം കാണിച്ചത് മോട്ടോറോളയിലാണ്. ഈ സാംസങ് 3 കൊല്ലം പഴക്കമുള്ള ഫോണാണ്. അതിൽ വേറെ ചില സെറ്റിംഗ്സ് ആണ് കാണിക്കുന്നത്. ജസ്റ്റ് കാണിക്കാം. അതിലും സെറ്റിംഗ്സ് എടുത്തിട്ട് എമർജൻസി SOS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കാണുന്നത്. അതിൽ എമർജൻസി കോൺടാക്ട്സ് ഉണ്ടല്ലോ, അത് എടുക്കുക. അതിൽ നമ്മൾ ആദ്യം കൊടുത്തതുപോലെ നമ്മളൊരു കോൺടാക്ട്സ് അവിടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവിടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം താഴത്ത് മെഡിക്കൽ ഇൻഫോ എന്നുള്ളത് കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മറ്റുള്ള വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടത്. നമ്മുടെ അഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അതൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് ബാക്കിൽ പോണ സമയത്ത് പാനിക് മോഡ് എന്നുള്ളത് കാണും. അതിൽ സെൻഡ് SOS മെസ്സേജസ് എന്നുള്ളത് അത് ഓഫിലാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ മെസ്സേജ്, എമർജൻസിയിൽ മെസ്സേജ് ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ അവരുടെ കോൺടാക്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആ എമർജൻസി മെസ്സേജ് പോകാനുള്ള കോൺടാക്ട് നമ്മൾ അവിടെ കൊടുക്കുക.
ഇനി നോക്കൂ, നമ്മളിവിടെ നമ്പർ മാറ്റിയിട്ടില്ല, ആ 121 തന്നെയാണ് കിടക്കുന്നത്. ആ എമർജൻസി 121ലേക്കാണ് ഇനി കോൾ പോകുന്നുണ്ടാവുക. കാണിച്ചു തരാം. അതും സെയിം തന്നെ 3 തവണ അല്ലെങ്കിൽ 5 തവണ പവർ ബട്ടൺ സ്പീഡായിട്ട് പ്രസ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ പ്രസ് ചെയ്യുന്നു. ഇവിടെ എമർജൻസി സിറ്റുവേഷനിൽ 121ലേക്കാണ് കോൾ പോകുന്നത്. ലൗഡ് സ്പീക്കർ വെക്കാം. 112 എമർജൻസി സർവീസിലേക്ക് സ്വാഗതം. കേരള പോലീസ് പ്രതിനിധിയുമായി സംസാരിക്കുന്നതിനായി 1 അമർത്തുക. വെൽക്കം ടു 112 എമർജൻസി സർവീസ്. ടു സ്പീക്ക് വിത്ത് കേരള പോലീസ് റെപ്രസെന്റേറ്റീവ് പ്രസ് 1. കണ്ടോ, പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യാന്നാ പറയുന്നത്. നമുക്ക് എമർജൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാരോട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മൾ ഏത് നമ്പറിനാണ് വിളിക്കുന്നത്, നമ്മളുടെ ഡിവൈസിന്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം പോലീസിനും അറിയാൻ പറ്റും. ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംവിധാനമല്ലേ? പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഉടൻ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കൂ കേട്ടോ. ആർക്കും ഒരു ദുരിതങ്ങളും ഒരിക്കലും എപ്പോഴും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ലോക്ക് തുറക്കാതെ തന്നെ പെട്ടെന്ന് പവർ ബട്ടൺ സ്പീഡായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളുടെ എമർജൻസി വിവരം പോലീസിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ഉറ്റവരെയോ അറിയിക്കാൻ പറ്റും. ഇതൊന്നും എല്ലാവരും ചെയ്തു വെക്കുക. മാത്രമല്ല, നിങ്ങളുടെ പരിചയമുള്ളവർക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. വീഡിയോ ഷെയർ ചെയ്യാനൊന്നും അല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്കറിയുന്ന വിവരം ദയവായിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കാൻ പറയുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്, അല്ലേ? ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.